നിങ്ങളുടെ മുത്തശ്ശിമാര് നിങ്ങൾക്ക് അസുഖം വരുമ്പോൾ നിർബന്ധിച്ച് കഴിപ്പിച്ചിരുന്ന ആ ഒരു എന്താ പറയുക ആ രോഗികളുടെ ഭക്ഷണമുണ്ടല്ലോ. അതെ, കഞ്ഞിയും കഞ്ഞിവെള്ളവുമൊക്കെ. കൃത്യമായിട്ട് അതുതന്നെ. യാതൊരു രുചിയുമില്ലാത്ത ആ വെറും കഞ്ഞിയും കഞ്ഞിവെള്ളവും ശരിക്കും നിങ്ങളുടെ വയറ്റിലെ ആന്തരിക മുറിവുകൾ ഉണക്കാൻ കഴിയുന്നവർ അത്ഭുതം മരുന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും പലരും അത് പെട്ടെന്ന് വിശ്വസിക്കില്ല. കാരണം നമ്മളെപ്പോഴും വലിയ വലിയ മരുന്നുകളിലാണല്ലോ പരിഹാരം അന്വേഷിക്കുന്നത്, അല്ലേ? അതാണ് കാര്യം. പലപ്പോഴും ഏറ്റവും ലളിതമായ കാര്യങ്ങളിലായിരിക്കും വലിയ സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതും അതുതന്നെയാണ്. തീർച്ചയായും. ഡോക്ടർ അഖിൽ വർഗീസിന്റെ വളരെ പ്രധാനപ്പെട്ട ചില ക്ലിനിക്കൽ കുറിപ്പുകളിലേക്കും അതിലെ ഗവേഷണ വിവരങ്ങളിലേക്കുമാണ് നമ്മൾ ഇന്ന് വിശദമായ ഒരു അന്വേഷണം നടത്തുന്നത്. അൾസറും അസിഡിറ്റിയും കാരണം ബുദ്ധിമുട്ടുന്ന ഈ എരിവുള്ളതൊന്നും കഴിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഇതൊരു വലിയ ആശ്വാസമായിരിക്കും. അതെ അതെ. ഈ ചർച്ചയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വെറുതെ കുറച്ചു ഭക്ഷണങ്ങളുടെ പേരുകൾ പറഞ്ഞു പോകലല്ല, മറിച്ച് നിങ്ങളുടെ അടുക്കളയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ വയറ്റിനുള്ളിൽ ചെന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ്. ആ കെമിസ്ട്രി മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതെ, ചില ഭക്ഷണങ്ങൾ നിങ്ങളുടെ വയറ്റിലെ തീ അണയ്ക്കുമ്പോൾ മറ്റു ചിലത് നിങ്ങൾ പോലും അറിയാതെ എങ്ങനെയാണ് ആ തീയിലേക്ക് എണ്ണയൊഴിക്കുന്നത് എന്ന് നമുക്കിന്ന് കണ്ടെത്താം. ഈയൊരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആമാശയത്തിന്റെ അടിസ്ഥാന ഘടനയാണ്. അൾസർ എന്ന് കേൾക്കുമ്പോൾ പലരും കരുതുന്നത് അതൊരു ചെറിയ ദഹന പ്രശ്നം മാത്രമാണെന്നാണ്. വെറുമൊരു ഗ്യാസിന്റെ പ്രശ്നം പോലെ അല്ലേ? അതെ, പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ആമാശയത്തിന്റെ ഉൾഭാഗത്ത് വളരെ മൃദുവായ ഒരു പാളിയുണ്ട്. ഇതിനെ മ്യൂക്കോസ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. നിരന്തരമായി ആസിഡ് വർദ്ധിക്കുമ്പോൾ ഈ പാളിയിൽ പൊള്ളലേൽക്കുകയും അവിടെ മുറിവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ അൾസർ എന്ന് വിളിക്കുന്നത്. ശരിക്കും ആന്തരികമായ മുറിവുകൾ. അതെ, ഈ മുറിവുകളിലേക്ക് വീണ്ടും ആസിഡ് വന്നു വീഴുമ്പോഴാണ് നിങ്ങൾക്ക് നെഞ്ചെരിച്ചിലും കടുത്ത വേദനയും അനുഭവപ്പെടുന്നത്. ഡോക്ടർ അഖിൽ വർഗീസിന്റെ കുറിപ്പുകളിൽ ഏറ്റവും പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഈ ആസിഡിന്റെ ഉൽപ്പാദനം എങ്ങനെ നിയന്ത്രിക്കാമെന്നതിനാണ്. അതുപോലെ ഈ മുറിവുകളെ എങ്ങനെ വേഗത്തിൽ ഉണക്കാമെന്നതിനും അല്ലേ? തീർച്ചയായും. ഭക്ഷണത്തെ കേവലം രുചിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കാണാതെ അത് നമ്മുടെ ശരീരത്തിലെ കെമിസ്ട്രിയെ എങ്ങനെ മാറ്റുന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ രസകരമായൊരു കാര്യമാണ്. കെമിസ്ട്രി മനസ്സിലാക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ കുറിപ്പുകളിലൂടെ ഞാൻ കണ്ണോടിച്ചപ്പോൾ ഇതിൽ വയറ്റിനുള്ളിലെ തീ അണയ്ക്കുന്ന ചില ഭക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതെ, ആ ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ആദ്യത്തെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ കഞ്ഞിയാണ്. അതുപോലെ കൂവ, അതായത് ആരോ റൂട്ട്. എനിക്കറിയാം ഇത് രണ്ടും വയറിന് നല്ലതാണെന്ന്. പക്ഷെ ഇത് വയറ്റിനുള്ളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതൊരു എന്താ പറയാ, ഇതിലെ കൗതുകകരമായ കാര്യം എന്താണെന്നാൽ ഇതിന്റെ പ്രവർത്തന രീതിയാണ്. ഇതൊരു അനലോഗി വെച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ തീപിടുത്തമുണ്ടാകുമ്പോൾ നമ്മൾ അതിനു മുകളിലേക്ക് ഒരു ഫയർ ബ്ലാങ്കറ്റ് പുതപ്പിച്ച് തീ കെടുത്താറില്ലേ? അതെ, കൃത്യമായിട്ട്. അതുപോലെ ഈ കൂവ കുറിക്കത് ആമാശയത്തിനുള്ളിൽ ഒരു സുരക്ഷാ കവചം തീർക്കുകയാണോ ചെയ്യുന്നത്? ഫയർ ബ്ലാങ്കറ്റ് ഉദാഹരണം ഇതിന്റെ പ്രവർത്തനത്തെ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ കൂവ കുറുക്കി കഴിക്കുമ്പോഴോ അതിലടങ്ങിയിരിക്കുന്ന മൃദുവായ അന്നജം, അതായത് സ്റ്റാർച്ച്, നമ്മുടെ ആമാശയത്തിലേക്ക് എത്തും. ഓക്കെ, എന്നിട്ട് അവിടെ എത്തുമ്പോൾ ഈ സ്റ്റാർച്ച് ഒരു കട്ടിയുള്ള ലെയറായി മാറി ആമാശയത്തിന്റെ ഭിത്തികളിൽ പറ്റിപ്പിടിച്ചിരിക്കും. നിങ്ങൾ പറഞ്ഞ ആ ഫയർ ബ്ലാങ്കറ്റ് പോലെ തന്നെ. വാവ്! അപ്പോൾ ആസിഡിന് നേരിട്ട് മുറിവിൽ തട്ടാൻ പറ്റില്ലല്ലേ? അതാണ് പോയിന്റ്. ആമാശയത്തിൽ എത്രത്തോളം ആസിഡ് ഉണ്ടെങ്കിലും ഈ കവചമുള്ളതുകൊണ്ട് ആ ആസിഡിന് നേരത്തെ പറഞ്ഞ ആ മുറിവുകളിൽ നേരിട്ട് സ്പർശിക്കാൻ കഴിയില്ല. അതോടെ ആ മുറിവുകൾക്ക് സ്വയം ഉണങ്ങാനുള്ള ഒരു സുരക്ഷിതമായ സാഹചര്യം അവിടെ ഒരുങ്ങുകയാണ്. അതെ, പ്രത്യേകിച്ച് കൂവയുടെ കാര്യത്തിൽ ഇതിന്റെ ഗുണം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ വയറിളക്കമോ വയറുവേദനയോ വരുമ്പോ മറ്റു മരുന്നുകളേക്കാൾ വേഗത്തിൽ കൂവ കുറുക്കിക്കൊടുത്തിരുന്നത്. ആ പഴയ അറിവുകൾക്ക് പിന്നിലെ ശാസ്ത്രം ഇതാണല്ലേ? അത് വളരെ വ്യക്തമാണ്. വയറ്റിനുള്ളിൽ അങ്ങനെ ഒരു കവചം രൂപപ്പെടുന്നു എന്നത് കേൾക്കാൻ തന്നെ വലിയൊരു ആശ്വാസമാണ്. തീർച്ചയായും. ഇനി ഇതിൽ ക്യാബേജിനെക്കുറിച്ച് വളരെ പ്രാധാന്യത്തോടെ പറയുന്നുണ്ട്. ക്യാബേജിൽ അൾസർ വേഗത്തിലുണക്കാനുള്ള ചില പ്രത്യേക ഘടകങ്ങളുണ്ട് എന്ന് ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ക്യാബേജ് ഒരു മികച്ച ഔഷധമാണ്. പക്ഷെ അവിടെ ഒരു നിബന്ധന കൂടിയുണ്ട്. ഇത് എരിവില്ലാത്ത തോരനായി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. ക്യാബേജ് അൾസറിന് ഇത്രത്തോളം നല്ലതാകാൻ അതിലെന്താണ് അടങ്ങിയിട്ടുള്ളത്? ക്യാബേജിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് മറ്റൊരു വലിയ പ്രക്രിയയാണ്.
ആമാശയത്തിലെ മുറിവുകൾ ഉണങ്ങണമെങ്കിൽ പുതിയ കോശങ്ങൾ അവിടെ ഉണ്ടാകണം. ക്യാബേജിൽ ഗ്ലൂട്ടാമിൻ പോലെയുള്ള അമിനോ ആസിഡുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഈ അമിനോ ആസിഡുകൾ നമ്മുടെ ആമാശയത്തിലെ കോശങ്ങൾക്ക് പുതിയതായി വളരാനും ആ മുറിവുകൾ വേഗത്തിൽ പരിഹരിക്കാനുമുള്ള അസംസ്കൃത വസ്തുക്കളായി പ്രവർത്തിക്കുന്നു. അതായത് ഒരു കെട്ടിടം പണിയാൻ സിമന്റും ഇഷ്ടികയും നൽകുന്നത് പോലെയാണോ ഇത്? കൃത്യമായിട്ട് അതുതന്നെ. എന്നാൽ നിങ്ങൾ പറഞ്ഞ ആ നിബന്ധനയുണ്ടല്ലോ, അതാണ് ഏറ്റവും നിർണായകമായ കാര്യം. എരിവിന്റെ കാര്യമല്ലേ? അതെ. ക്യാബേജ് എത്ര നല്ലതാണെങ്കിലും അത് പാകം ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് ധാരാളം പച്ചമുളകും മസാലകളും ചേർത്താൽ ഈ ഗുണങ്ങളെല്ലാം ഇല്ലാതെയാകും. ഓ, അപ്പൊ ആ ഗുണം കിട്ടില്ല. ഇല്ല. എരിവ് എന്നത് ആ തുറന്ന മുറിവുകളിലേക്ക് വീഴുന്ന തീപ്പൊരി പോലെയാണ്. അതാ മുറിവുകളെ കൂടുതൽ വലുതാക്കും. അതുകൊണ്ടാണ് വളരെ ലളിതമായി ഒട്ടും എരിവില്ലാതെ തയ്യാറാക്കുന്ന ക്യാബേജ് തോരനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഡോക്ടറുടെ കുറിപ്പുകളിൽ എടുത്തു പറയുന്നത്. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പച്ചക്കറി ഏതാണെന്നത് മാത്രമല്ല, അത് നമ്മൾ എങ്ങനെ പാകം ചെയ്യുന്നു എന്നതും വളരെ പ്രധാനമാണ്. അതെ, പാചകരീതിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഇനി ക്യാബേജിൽ നിന്ന് നമുക്ക് മറ്റു ചില പച്ചക്കറികളിലേക്ക് വരാം. ഈ കുറിപ്പുകൾ അടുത്തതായി ഊന്നൽ നൽകുന്നത് കുമ്പളങ്ങ, പടവലങ്ങ പോലെയുള്ള കൂടുതൽ ജലാംശമുള്ള പച്ചക്കറികളിലേക്കാണ്. നീർ പച്ചക്കറികൾ. അതെ, വെറും വയറ്റിൽ കുമ്പളങ്ങ നീര് കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. ക്യാബേജ് മുറിവുണക്കാൻ സഹായിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ ജലാംശമുള്ള പച്ചക്കറികൾ എന്താണ് ചെയ്യുന്നത്? വയറ്റിലെ ആസിഡിനെ നീർപ്പിക്കുകയാണോ? അതെ, കൃത്യമായി ആ പ്രക്രിയ തന്നെയാണ് അവിടെ നടക്കുന്നത്. ജലാംശം കൂടുതലുള്ള പച്ചക്കറികൾ ആമാശയത്തിൽ ഒരു കൂളന്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു കൂളന്റ്, ഓക്കെ. ആമാശയത്തിൽ ആസിഡിന്റെ സാന്ദ്രത, അതായത് കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് ആസിഡിറ്റി പ്രശ്നമാകുന്നത്. കുമ്പളങ്ങ നീര് പോലെയുള്ളവ ഈ കടുത്ത ആസിഡുമായി കലരുമ്പോൾ ആസിഡിന്റെ വീര്യം കുറയുന്നു. ഓ, ആസിഡ് ഡൈല്യൂട്ടായി പോകുന്നു അല്ലേ? അതെ. മാത്രമല്ല, ഇവ വളരെ എളുപ്പത്തിൽ ദഹിക്കുന്നവയുമാണ്. ദഹിക്കാൻ കൂടുതൽ സമയം ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ആമാശയത്തിന് കൂടുതൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നില്ല. അതൊരു വലിയ വിശ്രമമാണ് വയറ്റിന് നൽകുന്നത്. എനിക്കിവിടെ ഒരു കാര്യം ചോദിച്ചേ മതിയാവൂ. പച്ചക്കറികളുടെ കാര്യം വളരെ യുക്തിസഹമാണ്. എന്നാൽ ഈ നോട്ട്സിൽ ഞാൻ പാൽ ഉൽപ്പന്നങ്ങളും ചില പഴങ്ങളും ഉൾപ്പെടുത്തിയത് കണ്ടു. എനിക്കിതൊന്ന് മനസ്സിലാക്കി തരണം. അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതെ, കാരണം നമ്മൾക്കറിയാം ആസിഡും പാലും കൂടെ ചേർന്നാൽ അത് പിരിഞ്ഞു പോകുമെന്ന്. അങ്ങനെയെങ്കിൽ പാലുൽപ്പന്നങ്ങൾ വയറ്റിലെ ആസിഡുമായി ചേരുമ്പോൾ അത് കൂടുതൽ ഗ്യാസും പുളിച്ചതുകെട്ടലും ഉണ്ടാക്കില്ലേ? പിന്നെ എന്തിനാണ് ഈ ലിസ്റ്റിൽ അവയെ നല്ല ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇതൊരു വളരെ സാധാരണമായ സംശയമാണ്. നിങ്ങളുടെ ആ ചോദ്യത്തിലാണ് ഇതിന്റെ യഥാർത്ഥ രഹസ്യമിരിക്കുന്നത്. എല്ലാ പാലുൽപ്പന്നങ്ങളും നല്ലതാണെന്ന് ഈ വിവരങ്ങളിൽ എവിടെയും പറയുന്നില്ല. ഓ, അപ്പോൾ സെലക്ഷൻ പ്രധാനമാണ്. അതെ. പുളിയില്ലാത്ത തൈരും പച്ചമുളക് ചേർക്കാത്ത സംഭാരവും മാത്രമേ കഴിക്കാവൂ എന്നാണ് പറയുന്നത്. പുളിയുള്ള മോരോ തൈരോ കഴിക്കുമ്പോൾ അതിൽ സ്വാഭാവികമായും ആസിഡുണ്ട്. ആ പുളിപ്പ് തന്നെയാണല്ലോ ആസിഡ്. അത് വയറ്റിലെ ആസിഡുമായി ചേരുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ ഒട്ടും പുളിയില്ലാത്ത പുതിയതായി ഉണ്ടാക്കിയ തൈരിൽ പ്രോബയോട്ടിക്സ് ഉണ്ട്. അതായത് ദഹനത്തിന് സഹായിക്കുന്ന നല്ല ബാക്ടീരിയകൾ. ഓ, നല്ല ബാക്ടീരിയകൾ. അത് ആമാശയത്തിന് നല്ലതാണല്ലോ. അതെ. ഇത് ആമാശയത്തെ തണുപ്പിക്കുകയും ദഹനം വളരെ സുഗമമാക്കുകയും ചെയ്യും. പഴങ്ങളുടെ കാര്യത്തിലും ഇതേ വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ്? നാരങ്ങയോ ഓറഞ്ചോ പോലെയുള്ള സിട്രിക് പഴങ്ങൾ അസിഡിറ്റി ഉണ്ടാക്കും. എന്നാൽ ഈ കുറിപ്പുകൾ നിർദ്ദേശിക്കുന്നത് പഴുത്ത ചെറുപഴവും പപ്പായയും മാത്രമാണ്. അവയ്ക്ക് അമ്ലത്വം, അതായത് അസിഡിറ്റി വളരെ കുറവാണ്. അതിന് നല്ല മധുരവുമുണ്ട്. അതെ. പപ്പായയിലൊക്കെ ദഹനത്തെ സഹായിക്കുന്ന എൻസൈമുകൾ തന്നെയുണ്ട്. അത് ആമാശയത്തിനൊരു ഭാരമാകുന്നില്ല. ഓ, അപ്പോൾ അതാണ് കാര്യം. തൈരെ പൊളിക്കുന്നതിന് മുൻപുള്ള ആ സ്റ്റേജാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ പഴങ്ങളുടെ സ്വഭാവവും മാറുന്നുണ്ട്. നമ്മളിപ്പോൾ മോരും വെള്ളത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. സാധാരണ നമ്മുടെ നാട്ടിൽ മോരും വെള്ളം ഉണ്ടാക്കുമ്പോൾ അതിൽ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവയൊക്കെ ചതച്ചിടാറുണ്ട്. എന്നാൽ ഈ കുറിപ്പുകളിൽ പച്ചമുളക് പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഈ പച്ചമുളക് അത്രയ്ക്ക് വലിയൊരു വില്ലനാണോ? തീർച്ചയായും. പച്ചമുളകെന്ന് പറയുന്നത് അൾസറിന് വളരെ മോശമാണ്. നമ്മൾ ഇതുവരെ പച്ചക്കറികളെക്കുറിച്ചും തൈരിനെക്കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചത്. അങ്ങനെയെങ്കിൽ മീനും ഇറച്ചിയും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിക്ക് അൾസർ വന്നാൽ ഈ പ്രോട്ടീനുകൾ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നാണോ ഈ വിവരങ്ങൾ പറയുന്നത്? പാചകരീതി മാറ്റിയാൽ അവയെ സുരക്ഷിതമാക്കാൻ കഴിയുമോ?
അവിടെയാണ് നമ്മൾ പാചകരീതിയുടെ യഥാർത്ഥ മാന്ത്രികത കാണുന്നത്. പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. അവ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതില്ല. അത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരാശ്വാസം. എന്നാൽ അവ എങ്ങനെ വയറ്റിലേക്ക് എത്തുന്നു എന്നതാണ് പ്രധാനം. ഈ ഡോക്ടറുടെ നോട്ട്സ് പ്രകാരം മീൻ കഴിക്കുന്നത് സുരക്ഷിതമാണ്. എന്നാൽ അത് എരിവില്ലാതെ തയ്യാറാക്കണമെന്ന് മാത്രം. അതായത് മീൻ കറിക്ക് പകരം വേറെ വല്ലതുമാണോ? ആ, അതിനൊരു മികച്ച ഉദാഹരണമാണ് തേങ്ങാപ്പാലിൽ തയ്യാറാക്കിയ ഫിഷ് മോളി. ആഹാ, ഫിഷ് മോളി. അതെ, തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് തന്നെ വയറ്റിനെ തണുപ്പിക്കുന്ന വളരെ മൃദുവായ ഒന്നാണ്. അതിൽ മീൻ വേവിച്ചെടുക്കുമ്പോൾ മീനിലെ പ്രോട്ടീൻ വളരെ പെട്ടെന്ന് ദഹിക്കാൻ പാകത്തിലാവുന്നു. അതൊരിക്കലും വയറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. വെജിറ്റേറിയൻസായ ആളുകൾക്ക് എന്താണ് ഓപ്ഷൻ? സസ്യഭുക്കുകൾക്ക് നന്നായി വേവിച്ച ചെറുപയർ വളരെ മികച്ചതാണ്. എന്നാൽ ഇതിന്റെ നേരെ വിപരീതമായ കാര്യമാണ് റെഡ് മീറ്റിന്റെ, അതായത് ബീഫ്, മട്ടൻ എന്നിവയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ബീഫും മട്ടനുമൊക്കെ ദഹിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതുകൊണ്ട് അത് അൾസറിന് ഇത്രത്തോളം ദോഷകരമാവുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ പിന്നിലെ കാരണം വളരെ ലളിതമാണ്. റെഡ് മീറ്റ് എന്നത് വളരെ കട്ടിയുള്ള പേശികളാണ്, അഥവാ മസിൽ ഫൈബറുകളാണ്. ഇത് ആമാശയത്തിലെത്തുമ്പോൾ ഇതിനെ വിഘടിപ്പിക്കാൻ നമ്മുടെ വയറ്റിന് സാധാരണയിൽ കവിഞ്ഞ അളവിൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. ഓ, അതായത് ദഹിപ്പിക്കാൻ കൂടുതൽ ആസിഡ് വേണം. അതെ, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആമാശയത്തെക്കൊണ്ട് കൂടുതൽ ആസിഡ് ഉണ്ടാക്കാൻ നിർബന്ധിക്കുകയാണ്. ഒരു വശത്ത് അൾസർ കാരണം മുറിവുകളുണ്ടായിരിക്കുന്ന സമയത്ത്, മറുവശത്ത് ഈ കട്ടിയുള്ള ഇറച്ചിയെ ദഹിപ്പിക്കാൻ വേണ്ടി വയറ്റിലേക്ക് ആസിഡ് വലിയ തോതിൽ പമ്പ് ചെയ്യപ്പെടുന്നു. ദൈവമേ, അതൊരു വലിയ ദുരന്തമാണല്ലോ അവിടെ ഉണ്ടാക്കുന്നത്. ആ സാഹചര്യം ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അതുകൊണ്ടാണ് അൾസർ ഉള്ളപ്പോൾ റെഡ് മീറ്റ് കർശനമായി ഒഴിവാക്കണമെന്ന് ഈ കുറിപ്പുകൾ വ്യക്തമാക്കുന്നത്. അതായത് നമ്മൾ അറിയാതെ നമ്മുടെ വയറ്റിനെ കൊണ്ട് ഒരുപാട് ഓവർ ടൈം ജോലി ചെയ്യിപ്പിക്കുകയാണ് അവിടെ. അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. ഇനി ഇതിൽ കാണുന്ന മറ്റൊരു വിലക്ക് വറുത്ത ഭക്ഷണങ്ങളെക്കുറിച്ചാണ്. നമ്മൾ മലയാളികൾക്ക് വൈകുന്നേരങ്ങളിൽ ചായയ്ക്കൊപ്പം പഴംപൊരിയോ പരിപ്പുവടയോ ഇല്ലാതെ ഒരു സംതൃപ്തി വരില്ല. അതൊരു വീക്ക്നെസ് ആണല്ലോ നമ്മുടെ. അതെ, എന്നാൽ എണ്ണയിൽ വറുത്ത പലഹാരങ്ങളും വറുത്ത മീനും ഇറച്ചിയുമൊക്കെ തീർത്തും ഉപേക്ഷിക്കണമെന്ന് ഈ വിവരങ്ങൾ പറയുന്നുണ്ട്. എണ്ണയും അസിഡിറ്റിയും തമ്മിലുള്ള ബന്ധമെന്താണ്? വറുത്തൊരു ഭക്ഷണം വയറ്റിൽ ചെന്നാൽ എന്താണ് സംഭവിക്കുന്നത്? വറുത്ത ഭക്ഷണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എണ്ണയിൽ മുങ്ങിയിട്ടുള്ളതാണെന്നാണ്. കൊഴുപ്പ് അഥവാ എണ്ണ ദഹിക്കാൻ നമ്മുടെ ശരീരത്തിന് ഒരുപാട് സമയം ആവശ്യമാണ്. ഓക്കെ. നിങ്ങളൊരു പഴംപൊരി കഴിക്കുമ്പോൾ അതിലെ എണ്ണ ആമാശയത്തിൽ ഒരു പാളി പോലെ കിടക്കും. ഇത് ദഹനപ്രക്രിയയെ വളരെ പതുക്കെയാകുന്നു. സാധാരണഗതിയിൽ ഭക്ഷണം പെട്ടെന്ന് ദഹിച്ച് കുടലിലേക്ക് പോകേണ്ടതാണ്. എന്നാൽ വറുത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പ്രക്രിയ വൈകുകയും ഭക്ഷണം ആമാശയത്തിൽ തന്നെ കൂടുതൽ നേരം കിടക്കുകയും ചെയ്യും. എത്രത്തോളം സമയം ഭക്ഷണം ആമാശയത്തിൽ കിടക്കുന്നുവോ അത്രത്തോളം കൂടുതൽ ആസിഡ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ അതവിടെ കിടന്ന് ആസിഡ് കൂട്ടിക്കൊണ്ടേയിരിക്കുമല്ലേ? അതെ. അവസാനം ഈ ആസിഡും ഗ്യാസും മുകളിലേക്ക് തള്ളി വരികയും നമുക്ക് കടുത്ത നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് വറുത്ത ഭക്ഷണങ്ങൾ വയറ്റിന് ഇത്രത്തോളം ദോഷകരമാകുന്നത്. ശരി. അപ്പോൾ എരിവിന്റെയും എണ്ണയുടെയും കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വ്യക്തമായി. ഇനി ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു ശത്രുവിനെക്കുറിച്ചുകൂടി ഈ നോട്ട്സിൽ പറയുന്നുണ്ട്. അതാണ് ആ പുളി. പുളി ഒരു വലിയ വില്ലനാണ്. കുടംപുളി, വാളൻപുളി, പച്ചമാങ്ങ, നാരങ്ങ, വിനാഗിരി എന്നിവ അൾസർ വർദ്ധിപ്പിക്കുമെന്ന് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. എനിക്കിവിടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ്? നമ്മുടെ ഭക്ഷണത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് അച്ചാറുകൾ. ചോറുണ്ണാൻ അല്പം അച്ചാർ നിർബന്ധമുള്ള ഒരുപാട് പേരുണ്ട്. ഈ കുറിപ്പുകളിൽ അച്ചാറിനെ പൂർണ്ണമായും വിലക്കുന്നുണ്ട്. എനിക്കറിയാം അച്ചാർ നല്ലതല്ലെന്ന്, പക്ഷേ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? ഇതൊരു മികച്ച ചോദ്യമാണ്. അച്ചാറ് അൾസറിന് എത്രത്തോളം അപകടകരമാണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ ഉദാഹരണം നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു തുറന്ന മുറിവുണ്ടെന്ന് കരുതുക. അതിലേക്ക് നിങ്ങൾ കുറച്ച് ഉപ്പും കുറച്ച് മുളകുപൊടിയും ഒരൽപ്പം വിനാഗിരിയും അല്ലെങ്കിൽ നാരങ്ങാനീരും എടുത്ത് തിരുമ്മിയാലോ? അയ്യോ, ആ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് ആ നീറ്റല് മനസ്സിലാകുന്നുണ്ട്. ഭയങ്കര വേദനയായിരിക്കുമല്ലോ. ഇതേ അനുഭവം തന്നെയാണ് അൾസർ ഉള്ളൊരാൾ അച്ചാറ് കഴിക്കുമ്പോൾ ആമാശയത്തിലെ മുറിവുകൾക്കും ഉണ്ടാകുന്നത്. അച്ചാറിൽ ഉയർന്ന അളവിൽ ഉപ്പുണ്ട്. ഈ ഉപ്പ് ആമാശയത്തിലെ കോശങ്ങളിലെ ജലാംശം വലിച്ചെടുത്ത് അവയെ കൂടുതൽ വരണ്ടതാക്കുന്നു. ഓ,
ഡ്രൈ ആക്കി മാറ്റുന്നു. അതിനു പുറമെ എരിവുള്ള മുളകുപൊടി ആ മുറിവുകളെ ചുട്ടുപൊള്ളിക്കുന്നു. വിനാഗിരിയോ മാങ്ങായോ നൽകുന്ന പുളിപ്പാകട്ടെ വയറ്റിലെ ആസിഡിന്റെ അളവ് നേരെ ഇരട്ടിയാക്കുന്നു. എല്ലാം കൂടെ ഒന്നിച്ചു വരുന്നൊരു ഡെഡ്ലി കോമ്പിനേഷൻ. അതായത് ഉപ്പ്, എരിവ്, പുളി എന്നിവയുടെ വളരെ അപകടകരമായ ഒരു കോമ്പിനേഷനാണ് അച്ചാറ്. ഇത് ആമാശയത്തിലേക്ക് എത്തുന്നത് ആ മുറിവുകളെ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ. ഉദാഹരണം കേട്ടപ്പോൾ തന്നെ അതിന്റെ തീവ്രത എനിക്ക് ശരിക്കും മനസ്സിലായി. ഇനി ഒരിക്കലും അച്ചാറിനെ പഴയതുപോലെ കാണാൻ കഴിയില്ല. തീർച്ചയായും അച്ചാർ ഉപേക്ഷിക്കുക തന്നെ വേണം. ഇനി ഇതിൽ ചില പാനീയങ്ങളുടെ കാര്യവും എടുത്തു പറയുന്നുണ്ട്. കടുത്ത കട്ടൻ ചായ, കാപ്പി, സോഡ, അതുപോലെ മദ്യം എന്നിവ ഒഴിവാക്കണം എന്ന് പറയുന്നു. സോഡയും മദ്യവും വയറ്റിന് ദോഷമാണെന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ നമ്മൾ സാധാരണയായി കുടിക്കുന്ന കട്ടൻ ചായയും കാപ്പിയും എങ്ങനെയാണ് അൾസറിനെ ബാധിക്കുന്നത്? അതും പ്രശ്നമാണോ? ചായയിലും കാപ്പിയിലും പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് കഫീനാണ്. കഫീൻ നമ്മുടെ നാഡീവ്യൂഹത്തെ ഉണർത്തുന്ന ഒന്നാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അത് ആമാശയത്തിലെ ആസിഡ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നേരിട്ട് സിഗ്നൽ നൽകുകയും ചെയ്യും. കഫീനും ആസിഡ് കൂട്ടും. അതുമാത്രല്ല, നമ്മുടെ ആമാശയത്തിനും അന്നനാളത്തിനും ഇടയിൽ ഒരു വാൽവ് പോലെയുള്ള പേശിയുണ്ട്. ഭക്ഷണം മുകളിലേക്ക് തികട്ടി വരാതിരിക്കാൻ സഹായിക്കുന്നത് ഈ പേശിയാണ്. ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്ടർ എന്ന് പറയുന്ന ഭാഗമല്ലേ? അതെ, കൃത്യമായിട്ട് അതുതന്നെ. കഫീൻ ഈ പേശിയെ കൂടുതൽ റിലാക്സ് ചെയ്യിക്കുന്നു. ഫലഫലമായി ആമാശയത്തിലെ ആസിഡ് വളരെ എളുപ്പത്തിൽ ആമാശയത്തിലേക്ക് കയറി വരികയും നമുക്കതികഠിനമായ നെഞ്ചരിച്ചിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ആ വാൽവ് ലൂസാകുന്നു, ആസിഡ് മുകളിലേക്ക് വരുന്നു. അതെ, അതുകൊണ്ടാണ് വെറും വയറ്റിൽ കടുത്ത കട്ടൻചായയോ കാപ്പിയോ കുടിക്കുന്നത് അസിഡിറ്റി ഉള്ളവർക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ശരി, നമ്മളിപ്പോൾ ഡോക്ടർ അഖിൽ വർഗീസിന്റെ കുറിപ്പുകളിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ വയറ്റിനുള്ളിലെ ഏറ്റവും മികച്ച മരുന്നും അതുപോലെ നമ്മളറിയാതെ നമ്മളെ ആക്രമിക്കുന്ന ഏറ്റവും വലിയ ശത്രുവും. 100% ശരിയാണ്. അൾസറും ആസിഡിറ്റിയും മാറ്റാൻ കേവലം മരുന്നുകൾ മാത്രം പോരാ. ആമാശയത്തിലെ ആ ഒരു കെമിസ്ട്രിയെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. അതിനായി എരിവ്, പുളി, എണ്ണ എന്നിവ ഒഴിവാക്കി പകരം കഞ്ഞിയും കൂവയും പഴുത്ത ചെറുപഴവും ഒക്കെ പോലെ തണുപ്പേകുന്ന ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കണം. അതെ, ഭക്ഷണം തന്നെയാണ് പ്രധാന പരിഹാരം. ഈ വിവരങ്ങൾ കേൾക്കുന്ന നിങ്ങളോടെനിക്ക് പറയാനുള്ളതിതാണ്. നിങ്ങളൊരു പ്രധാന മീറ്റിംഗിന് തയ്യാറെടുക്കുകയാണെങ്കിലോ അതോ ദിവസം മുഴുവൻ ഊർജ്ജസ്വലതയോടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലോ നിങ്ങളുടെ ആ ഊർജ്ജത്തിന്റെ അടിസ്ഥാനം നിങ്ങളുടെ വയറിന്റെ ആരോഗ്യമാണ്. നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ വരുത്തുന്ന ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ വളരെ പോസിറ്റീവായി തന്നെ സ്വാധീനിക്കും. നിങ്ങളാ പറഞ്ഞത് വളരെ കൃത്യമാണ്. ഈ ഭക്ഷണക്രമം പാലിക്കുന്നത് വയറ്റിന് വലിയ ആശ്വാസം നൽകും. എന്നാൽ ഇതിനൊപ്പമുള്ള കുറിപ്പുകളിൽ നാം ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണത്? വയറ്റിലെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ നാം ഭക്ഷണം വളരെ കൃത്യമായി ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ നാം കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല നമ്മുടെ വയറ്റിനെ നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതശൈലിയും അതിൽ നിന്നുള്ള മാനസിക സമ്മർദ്ദവും അഥവാ സ്ട്രെസ് നമ്മൾ പലപ്പോഴും പരിഗണിക്കാറില്ല. സ്ട്രെസ് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ സ്ട്രെസ് നമ്മുടെ വയറ്റിനുള്ളിൽ അറിയാതെ എത്രത്തോളം തീ കോരിയിടുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ തലച്ചോറും വയറും തമ്മിൽ വളരെ നേരിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ആ ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് പറയുന്ന കാര്യമല്ലേ? അതെ. നിങ്ങൾ മാനസികമായി കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ആമാശയത്തിലേക്ക് കൂടുതൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കാനുള്ള സിഗ്നലുകൾ അയക്കുന്നുണ്ട്. അതായത് നിങ്ങൾ വളരെ കൃത്യമായ പഥ്യഭക്ഷണം കഴിച്ചാൽ പോലും നിങ്ങളുടെ മനസ്സ് സമ്മർദ്ദത്തിലാണെങ്കിൽ ഈ ആസിഡിന്റെ അളവ് കുറയില്ല. അതൊരു വളരെ വലിയ ചിന്തയാണ്. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നത് മാത്രമല്ല പ്രശ്നം, നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതും നമ്മുടെ ആമാശയത്തെ ബാധിക്കുന്നുണ്ടല്ലേ?